ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ചെയ്തു തരാൻ പോകുന്നത് ജിൽഷ ചേച്ചിയാണ്. ചേച്ചി ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ചേച്ചിയാണ് എനിക്കിന്ന് ഈ ഒരു ലുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫസ്റ്റ് കൊളാബാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഈ ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 12 മണിക്കാണ് കേട്ടോ. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3:30 ആയപ്പോഴത്തേക്കാണ് ആ ഒരു എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കൊളായിപ്പാലം പോയി കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ എടുക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ ഇത്രയും സമയം ഈ ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കല്യാണ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പെണ്ണിനെ കാണില്ല. കാരണം പെണ്ണ് ഒരുങ്ങുക എന്ന് പറയും എപ്പോഴും. ആര് ചോദിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണെന്ത് ചെയ്യുക, പെണ്ണ് ഒരുങ്ങുക എന്ന്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര നേരം ഇത്രയൊക്കെ സമയം വേണം ഒരുങ്ങാനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുമ്പോഴാണ് എത്രത്തോളം സമയം ഇതിന് വേണമെന്ന് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ഹെയറൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കാണ്. ഒരു ഗൗൺ ആയതുകൊണ്ട് ഇത്രയൊരു സമയം ഗൗണായിട്ട് പോലും ഇത്രയൊരു സമയം എടുത്തു. അപ്പോൾ ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഹിന്ദു ബ്രൈഡൽ മാത്രമല്ല ക്രിസ്ത്യൻ ബ്രൈഡലും ഏതാണെങ്കിലും ഒരു സാരി ഉടുത്തിട്ട് ചെയ്യുന്ന ഒരു സമയത്താകുമ്പോൾ സാരിയൊക്കെ ഉടുക്കാനായിട്ട് ഒത്തിരി സമയം പിന്നെ എടുക്കും. അപ്പോൾ ഇതിനേക്കാട്ടിലൊക്കെ ഒരുപാട് സമയം ആ ലുക്ക് ചെയ്യുമ്പം വേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു മേക്ക് ഓവർ ചെയ്ത് തന്നിട്ടുള്ള ജിൽഷ ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ആവണിയുടെ കസിനാണ് കേട്ടോ. ഇതിനൊക്കെ എത്രയോ മുന്നേ നമ്മളിങ്ങനെ ഒരു കൊളാബ് ചെയ്യേണ്ടതായിരുന്നു. അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആവണി വീണ്ടും എന്നെ വിളിച്ചു. ഇങ്ങനെ ചേച്ചി ചോദിച്ചായിരുന്നു കൊളാബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ ഓക്കെ പറഞ്ഞു. ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു കേട്ടോ. ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ചെയ്യാനിരുന്ന ആ ഡേറ്റിൻ്റെ തലേദിവസം എന്തൊക്കെയോ പ്രശ്നം മീൻസ് എന്തോ വയ്യായിക മൂലം ചേച്ചി ഇങ്ങനെ നമുക്ക് ഡേറ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് മാറ്റി. പിന്നെ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് രണ്ടുപേർക്കും പറ്റുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ മേക്കപ്പ് ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം അവർ മേക്കപ്പ് ഇട്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീച്ചിൽ നിന്ന് ഒരുപാട് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മേക്കപ്പ് വലിയ കോട്ടൊന്നും തട്ടാതെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗൗണാണെങ്കിൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗൗൺ തന്നെയാണ് കേട്ടോ. ഇതെൻ്റെ ഞങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ ഡ്രസ്സാണ് കേട്ടോ. വെഡ്ഡിങ് ഫിക്സ് ചെയ്ത സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഗൗൺ വേണമെന്ന്. ജയലക്ഷ്മി എന്നാണ് കേട്ടോ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ വേറെ കളറൊന്നും തന്നെ നോക്കിയില്ല, വൈറ്റ് ഗൗൺ വേണമെന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം 2-3 വൈറ്റ് ഗൗൺ എടുത്ത് അവരിട്ട് വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്താണ് കേട്ടോ ഇത്. സാധാരണ നമ്മളങ്ങനെ വെഡ്ഡിങ് ഡ്രസ്സും റിസപ്ഷൻ ഡ്രസ്സൊന്നും പിന്നീട് അങ്ങനെ എപ്പോഴും അധികം ആൾക്കാരൊന്നും ഇട്ടിട്ട് കാണാറില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ തന്നെ 2-3 തവണ ഇട്ടു. ഇപ്പോൾ ഈ ഒരു മേക്ക് ഓവർ വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടു. അപ്പോൾ എന്നോടത്ത് അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, നീ ശരിക്കും ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് മുതലാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവേ ക്രിസ്ത്യൻ ബ്രൈഡ്സൊക്കെ കൂടുതലായിട്ടും കൊണ്ട ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് കൂടുതലായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കൊണ്ട ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഹെയർ ക്രിംപ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കാണാനായിട്ട് നല്ലൊരു ഭംഗി. അപ്പോൾ പറഞ്ഞു എൻ്റെ പിന്നെ നമുക്ക് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ എനിക്ക് ഒരു കൊണ്ട ഹെയർ സ്റ്റൈലിനെക്കാട്ടും കുറച്ചുകൂടെ ചേരുന്നത് ഈ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട? എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. എനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഈ മേക്കപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിനെ ജിൽഷ ചേച്ചീനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.